എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യുന്നതല്ലായിരിക്കും എനിക്ക് തോന്നുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെയധികം പരിതാപകരമാണ്. ഇത് എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പക്ഷെ ഒരു ധാരണയും ഇന്നത്തെ നിലവിലുള്ള ഭരണാധികാരികൾക്ക് ആർക്കും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷത്തിനും ഇല്ല, ഭരണപക്ഷത്തിനും ഇല്ല. അവരെന്തെങ്കിലുമൊക്കെ കിട്ടി ജനങ്ങളെ മൊത്തം കിട്ടുന്ന നികുതി പണം എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റുന്ന ഒരു അവസ്ഥയെ പറ്റി മാത്രമാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ആരെയും കുറ്റം പറയാൻ വേണ്ടി പറയണല്ല. അവസ്ഥ നിങ്ങൊന്ന് പുനഃപരിശോധിക്കും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഓരോ ജനങ്ങളുടെയും തലയിൽ ഇടുത്തി വീഴുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നിലവിലുള്ളത്. അപ്പൊ ഗൗരവത്തിൽ തന്നെ നിങ്ങൾ കാണുന്നത്. അല്ലാതെ ഈ ഇടുന്ന വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാതെ അത് ഒരു കാരണവശാലും ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. പരമാവധി പേരിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കടം, നമ്മുടെ മൊത്തത്തിലുള്ള കടം 5.07 ലക്ഷം കോടി രൂപയാണ്. 5.07 ലക്ഷം കോടി രൂപ. അതിന്റെ പലിശ എത്ര? 9%, 10% ഒക്കെ പലിശക്കാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വരുമാനം എത്രയാണ്? 1,52,352 കോടി രൂപയാണ് നമ്മുടെ ഒരു മാസത്തെ വരുമാനം. നമുക്കൊരു മാസത്തെ ചെലവോ 8,750 കോടി രൂപയാണ് ചെലവ്. അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം, അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷൻ, അതുപോലെ തന്നെ കടമെടുത്ത കാശിന്റെ പലിശ, ഇതിന് മാത്രം 77% കാശ് നമ്മൾ മാറ്റിവെക്കണം. നമ്മൾ കിട്ടുന്ന റവന്യൂ വരുമാനത്തിന്റെ 77% ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. വികസനത്തിന് എവിടെ നിന്നാണ് കാശ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എവിടെ നിന്ന് പൈസ വികസനത്തിന്? പൈസ ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ വികസനം നടത്താൻ പൈസ ഇല്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? 5 വർഷമാണ് ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ 5 വർഷം ഭരണം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവര് വീണ്ടും കടമെടുക്കാണ്. കടമെടുക്കുമ്പോൾ എന്താണ്? കടം സമയബന്ധിതമായിട്ട് വീട്ടാൻ അവർക്ക് കഴിയുന്നില്ല. കടമെടുത്ത് വാരിക്കോരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. ഇതൊക്കെ തന്നെ ജനങ്ങളുടെ മേലിൽ അധിക ഭാരം ഏൽപ്പിച്ചുകൊണ്ട് ജനങ്ങളെ നിത്യ ദുരിതത്തിലേക്ക് ആക്കി മാറ്റുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയി. ഇത് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറയാം. രക്ഷപ്പെടാനുള്ള വഴി നമ്മൾ പറയുമ്പോൾ അതിനെ നിസാരവൽക്കരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ തൃണവൽക്കരിക്കാൻ പാടില്ല. അതിനെ പരമാവധി നിങ്ങളൊന്ന് ചർച്ച ചെയ്യപ്പെടണം. അതിനുവേണ്ടി ഈ രക്ഷപ്പെടാനുള്ള വഴി പരമാവധി പേരിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും, ഇത് ആരെയും നമ്മൾ കുറ്റപ്പെടുത്താനല്ല, സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. അതിനുവേണ്ടി ആകെ ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രതിവിധി എന്നുള്ള രീതിയിൽ MLA-മാരുടെ, MP-മാരുടെ, ഉദ്യോഗസ്ഥന്മാരുടെ ഇവരുടെ ശമ്പളം 50,000 രൂപ കൊണ്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. 50,000 രൂപ പരമാവധി കൊടുക്കുക. ഒരു തൂമ്പെടുത്ത് കിടക്കാൻ പോകുന്നതിന് കിട്ടുന്ന 1000 രൂപയാണ് ആകെ കിട്ടുന്നത്. 30,000 രൂപയാണ് കിട്ടുന്നത്. എന്നിട്ടും അവന്റെ കുടുംബം കഴിയണ്. പക്ഷെ ഉദ്യോഗസ്ഥന്മാരുടെ, MLA-മാരുടെ പേരും കായികമായിട്ട് അവർ പണിയെടുക്കണില്ല. അവര് ഇരുന്ന് മേശപ്പുറത്ത് ഇരുന്ന് പണിയെടുക്കുക. അതിനൊന്നും നമ്മൾ കുറ്റം പറയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി 50,000 രൂപ ശമ്പളം കൊടുക്കുക. അത് മാത്രമല്ല, ഇനി പെൻഷൻ തോന്നിയ പോലെയാണ് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തോന്നിയ പോലെ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ പെൻഷനെ ഏകീകരിക്കണം. ഒരു ഏകീകൃത സംവിധാനം ഉണ്ടെങ്കിൽ മാത്രം പെൻഷൻ സമ്പ്രദായം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. 10,000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുക. പരമാവധി എത്ര വലിയ ഉദ്യോഗസ്ഥന്മാരായാലും 10,000 രൂപ പെൻഷൻ കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കിട്ടുന്ന നമ്മുടെ റവന്യൂ വരുമാനത്തെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് ഇവരൊക്കെ തന്നെ വട്ടുവിട്ട് വീതിച്ചെടുക്കുന്ന ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകാനാണ് അനുവദിക്കരുത്. പ്രതികരിക്കണം. നിങ്ങൾ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം പോയാൽ പോരാ. അത് മാത്രമല്ല, ഒരു സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി സമത്വം നിലനിൽക്കണം. ആ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി സമത്വം നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കാർ ജീവനക്കാരെന്ന് പറയുമ്പോൾ 15 വർഷത്തിൽ കൂടുതൽ ജോലി കൊടുക്കാൻ പാടില്ല. ഒരു ഇക്കണോമിക്കൽ ഇക്വാലിറ്റി നിലനിൽക്കണം. ഇക്കണോമിക്കൽ ഇക്വാലിറ്റി നിലനിന്നില്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ തന്നെ പഠിക്കുകയും അതുപോലെ തന്നെ ബിരുദവും ബിരുദാനന്ദ ബിരുദവും ടെക്നിക്കലായിട്ടുള്ള എഡ്യൂക്കേഷൻ ഒക്കെ നേടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തെരുവ് തെണ്ടികളായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ അതിനുള്ള ശാശ്വതമായിട്ടുള്ള പ്രതിവിധി എന്നുള്ള രീതിയിൽ 15 വർഷം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങട്ടെ. 15 വർഷം കഴിഞ്ഞ് വേറെ ഉദ്യോഗാർത്ഥികളെ ഇറങ്ങട്ടെ. അതല്ല ചെയ്യാം. അപ്പൊ അവർക്ക് അതിന്റെ വരുമാനം കിട്ടില്ലേ? പിന്നെ അത് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു തുലക്കാതിരിക്കുക. തൊഴിൽ ദാതാവായിരിക്കണം പൊതുമേഖല സർക്കാർ എന്ന് പറഞ്ഞാൽ. സർക്കാർ തൊഴിൽ ദാതാവല്ല, പിന്നെ എങ്ങനെ തൊഴിലില്ലായ്മ പരിഹരിക്കും? തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഒരു അജണ്ടയും നിങ്ങളുടെ മുന്നിലില്ല. പുതിയതായിട്ടുള്ള ഒരു സംരംഭങ്ങളും തുടങ്ങുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇനി നിലവിലുള്ള സംവിധാനം വളരെയധികം സ്ട്രാറ്റജി ആയിട്ട് അതിനെ തന്ത്രപരമായിട്ടുള്ള ഇടപെടലിലൂടെ കണ്ടുകൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറയുന്നത്. നിങ്ങൾ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല, ഇത് പരമാവധി പേരിലേക്ക് ഇത് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇത് ചർച്ച ചെയ്യപ്പെടണം. ആവശ്യം നമ്മുടെയാണ്. ഈ കൊള്ളയടിക്കലും അവസാനിപ്പിച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ പെരുവഴിയായിരിക്കും. അതുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇനി ഇത് ആവർത്തിക്കാനായിട്ട് പാടില്ല. 5.07 ലക്ഷം കോടി രൂപ അതിന്റെ പലിശ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ.
ഇനി ഓരോരുത്തരും ബസ് ഫെയർ കൂട്ടും, അതേപോലെ തന്നെ ഓരോരുത്തരും നികുതി കൂട്ടും, ഭൂനികുതി കൂട്ടും, പരമാവധി ജനങ്ങളുടെ തലയിൽ അടിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കപ്പെടരുത്. അപ്പൊ ഞാൻ ശിവദാസൻ നന്ദിയായിട്ട്, സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷൻ, പൗരാവകാശ സംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്, വൺ സ്ട്രഗിൾ മീഡിയ. ഓക്കെ, താങ്ക് യു.